ബീഫ് കൂർക്ക കോമ്പിനേഷൻ ആട്ടാ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫാട്ടാ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കറിലിട്ട് നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഈ ബീഫ് നന്നായി വെന്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 400 ഗ്രാം കൂർക്കയാണ് കേട്ടോ. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒറ്റ വിസിൽ ഇതും അങ്ങോട്ട് വേവിച്ചെടുത്തേ. ഇനി നമുക്കിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 3-4 ഉണക്കമുളകും ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തൂട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് അങ്ങ് വഴറ്റി കൊടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പിടി ചെറിയുള്ളി ചതച്ചുകൊണ്ട് ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് അതോട്ട് അങ്ങോട്ട് വഴറ്റി കൊടുത്ത് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആട്ടാ ചേർത്തത്. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂർക്കില്ലേ അതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത്